ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ലോകത്തിന് മുമ്പിൽ വഷളാക്കി അവതരിപ്പിച്ച് രാഷ്ട്രീയമായ വർഗീയമായ മുതലെടുപ്പ് നടത്തുന്ന ശ്രമം, അതിന് RSSഉം CPMഉം കൂടി നടത്തുന്ന കൂട്ടുകച്ചവടം, അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതില്ലാതെ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും വിശ്രമമില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് കേട്ട പോലെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ലോകം മുഴുവൻ കണ്ടതിന് ശേഷം നിഷേധമെങ്കിലും പുറപ്പെടുവിച്ചു. ആ നിഷേധം പുറപ്പെടുവിച്ചിട്ട് പോലും പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല, ഞാൻ ഇടതുമില്ല വലുതുമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരാൾ ഇന്നലെ മലപ്പുറം ജില്ലക്കെതിരെ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അദ്ദേഹം മതത്തെ കൂട്ടിക്കെട്ടും. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് കള്ളക്കടത്ത് ഇല്ലാതാക്കണമെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഫത്വ ഉണ്ടായാൽ മതി. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഈ കള്ളക്കടത്ത് നടത്തുന്നവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നതാണ്. 99% കള്ളക്കടത്ത് പ്രതികൾ മുസ്ലിങ്ങളാണ് എന്നാണ് ശ്രീ ജലീൽ പറഞ്ഞത്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കണക്ക് കിട്ടിയത്? കരിപ്പൂരിലെ മാത്രം കണക്കാണോ? തിരുവനന്തപുരത്ത് കള്ളക്കടത്തുണ്ടായി. 5 കൊല്ലത്തിനിടയ്ക്ക് കരിപ്പൂരിൽ നിന്ന് 150 കോടി രൂപയുടെ കള്ളക്കടത്താണ് നടന്നത് എന്നാ പറയുന്നത്. സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പാർട്ടിയെയും മുന്നണിയെയും ഒറ്റുകൊടുക്കാൻ തയ്യാറുള്ള നേതൃത്വമാണ് CPMനുള്ളത് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ CPM പ്രവർത്തകർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. വരാൻ പോകുന്ന യോഗങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് മുതൽ അഖിലേന്ത്യ വരെ നടക്കുന്ന, പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന സമ്മേളനങ്ങളിൽ അത് പ്രതിഫലിച്ചു വരുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കേസൻ എന്ന PR ഏജൻസി, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി കൊടുത്ത വാർത്തയാണ് അടിച്ചു വന്നത്. ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട 4 പാർട്ടികൾ ആവശ്യപ്പെട്ടു. എന്താ ചെയ്തത്? നെട്ടിക്കൊണ്ടുപോയി. അന്വേഷണത്തിന് കൊടുത്തിട്ടുണ്ട്.